إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളും പ്രയോക്താക്കളുമാണ് നാം. അതിന് സൗഭാഗ്യം ലഭിച്ച ആളുകൾ എന്നുള്ള നിലക്ക് നമ്മുടെ മേൽ വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും വഹീ ലഭിച്ച് വീട്ടിലേക്ക് വന്ന് സമ്മിലൂനി യാ ഖദീജ, ഖദീജ എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞ് പേടിച്ചു വിറച്ച് വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹീന്റെ ആദ്യ ഘട്ടത്തിൽ ഏതാനും നാളുകൾ പിന്നീട് ബോധനമൊന്നും ലഭിച്ചില്ല. പിന്നീടാണ് ആയത്തിറങ്ങുന്നത് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതുഹിർ വറുജ്സ ഫഹ്ജുർ. അല്ലയോ പുതച്ചു മൂടി കിടക്കുന്നവരെ, ഫഅൻദിർ, താങ്കൾ എഴുന്നേറ്റ് താക്കീത് നൽകുക, ഉത്ബോധിപ്പിക്കുക. വറബ്ബക ഫകബ്ബിർ, നിങ്ങളുടെ രക്ഷിതാവിന്റെ മഹത്വത്തെ, ഉന്നതി, അല്ലാഹു അക്ബർ എന്ന് ഉദ്ഘോഷിക്കുക. വസിയാബക ഫതുഹിർ, നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ ശുദ്ധീകരിക്കുക. വറുജ്സ ഫഹ്ജുർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത, ഇഷ്ടപ്പെടാത്ത, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതായ ഐഡൽസിനെ, സ്റ്റാച്യൂസിനെ, ഏതെല്ലാം വിഗ്രഹങ്ങളും അതേപോലെയുള്ള ശിർക്കിന്റേതായ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, വെടിയുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തിറങ്ങി. അത് കഴിഞ്ഞില്ല. ഏതാനും സമയം കഴിഞ്ഞ് വീണ്ടും അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ആയത്ത് അവതരിക്കുന്നു. വഅൻദിർ അശീറതകൽ അഖറബീൻ, നബിയെ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരായ, ബന്ധുക്കാരായ, പരിചയക്കാരായ ആളുകളെ വിളിച്ചുകൊണ്ട് താക്കീത് നൽകുക. സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും വലിയ സന്ദേശം, വലിയ ഹക്ക്, വലിയ നന്മ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ജനങ്ങൾ, കുടുംബം, സമൂഹം അവരകപ്പെട്ടതായ ഏറ്റവും വലിയ ഒരു അപകടത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാനുള്ള വലിയ ദൗത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏൽപ്പിക്കപ്പെട്ടത്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ വഴിയാണ് ദഅവത്തിന്റെ മാർഗം, പ്രബോധനത്തിന്റെ വഴിയെന്ന് പൂർവ്വ പ്രവാചകന്മാരുടെ ചരിത്രം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. തങ്ങൾ പറയുന്ന സത്യം, ആ സത്യത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട പ്രവാചകന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്.
ബഹിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, പല നിലക്കുമുള്ള പീഡനങ്ങൾക്ക് വിധേയരായ ചരിത്രമാണ് ഇസ്ലാമിക ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഏൽപ്പിച്ച ദൗത്യം അത് ഏറ്റെടുത്തുകൊണ്ട് മക്കയിലെ സഫാ കുന്നിൽ കയറിക്കൊണ്ട് അബ്ദുൽ മുത്തലിബ് കുടുംബത്തെ, ഹാഷിമിന്റെ കുടുംബത്തെ, അബ്ദു മനാഫിന്റെ കുടുംബത്തെ എല്ലാം വിളിച്ചുകൊണ്ട്, ജനറലായും പ്രത്യേകമായി കൊണ്ടും വിളിച്ചുകൊണ്ട് അവരെ വിളിച്ചു ചേർക്കുകയാണ്. യാ ബനി അദി, യാ ബനി ഫിഹർ, ഫിഹറിന്റെ സന്തതികളെ, അദിയുടെ സന്തതികളെ, ലിബുത്തൂനി ഖുറൈശ്, ഖുറൈശികളിലെ ചെറുതും വലുതുമായ ഗോത്രങ്ങളെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്നുണ്ട്. ആളുകളെല്ലാം ഒരുമിച്ചുകൂടി. അല്ലമീനായിരുന്നു 40 വയസ്സ് വരെ അല്ലമീനായി ജീവിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിതത്തിന്റെ ആരംഭമാണ് സഹോദരങ്ങളെ. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ആളുകളൊക്കെ ഒരുമിച്ചുകൂടി. മാത്രമല്ല ഫജഅല അർ-റജുലു ഇദാ ലം യസ്തതി' അൻ യഖ്റുജ അർസല റസൂലൻ, ഡയറക്റ്റ് വരാൻ കഴിയാത്ത ആളുകള് വേറെ ദൂതന്മാരെ പറഞ്ഞയച്ചു. ലിയൻദുറ മാ ഹുവ, എന്തിനാണ് മുഹമ്മദ് വിളിക്കുന്നത് എന്നറിയാൻ. അബൂ ലഹബ് വന്നു, അബൂ ജഹൽ വന്നു, മക്കയിലെ പ്രമുഖരായ ഖുറൈശികളെല്ലാം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, അറഅയ്തുകും ലൗ അഖ്ബർതുകും അന്ന ഖൈലൻ ബിൽ വാദി തുരീദു അൻ തഗീറ അലൈക്കും അകുൻതും മുസദ്ദിഖിയ, നിങ്ങളോട് ഞാൻ അറിയിക്കുകയാണ്, ഒരു സർവായുധ സജ്ജരായ ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ ഈ മലക്കപ്പുറത്ത് നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുമോ? അവരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, ബലാ നഅം, അതെ, മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖ, സത്യമല്ലാതെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന്. നോക്കൂ സഹോദരങ്ങളെ, അവിടെയാണ് ഈ ഒരു സത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നത്. ഫഇന്നി നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ഷദീദ്, എങ്കിൽ ഞാനിതാ നിങ്ങൾക്കൊരു താക്കീതുകാരനാണ്, നിങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയൊരു ശിക്ഷയിൽ നിന്ന് താക്കീത് നൽകാൻ വേണ്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ അതിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും അതിന്റെ ഹഖീഖത്തും റിയാലിറ്റിയും അവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ അത് ശരിയല്ല, അതൊരിക്കലും സെറ്റാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത, തൃപ്തിപ്പെടാത്ത കാര്യമാണ്. നിങ്ങൾക്കെല്ലാ നിഅമത്തും ചെയ്തു തന്ന റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അവനല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ നേർച്ച വഴിപാടുകൾ നേർന്നുകൊണ്ടിരിക്കുന്ന ലാത്തയും ഉസ്സയും മനാത്തയും ഹുബലും ഇബ്രാഹിം നബിക്കൊക്കെ നിങ്ങൾ ചെയ്യുന്നല്ലോ ആരാധനകൾ, ഇതൊന്നും ശരിയല്ല എന്ന സത്യം പറഞ്ഞപ്പോഴാണ് അത്ര കാലം വരെ അല്ലമീനായിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, അബൂ ലഹബ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തുണിക്കഷ്ണം അങ്ങനെ കുടഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് നാശം മുഹമ്മദേ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? നോക്കൂ സഹോദരങ്ങളെ, ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം ജനങ്ങളോട് പറയുമ്പോ അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ വിശ്വാസം, തൗഹീദ്, അഖീദ അത് നഷ്ടപ്പെട്ടു പോയാൽ, അത് ശരിയാവാതിരുന്നാൽ ഭയാനകരമായ ശിക്ഷയാണ്, നരകശിക്ഷയാണ് ഏറ്റുവാങ്ങേണ്ടി വരിക എന്നുള്ള സത്യമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഉണർത്തിയത്. പക്ഷെ അതവർ കേൾക്കാൻ തയ്യാറായില്ല. നമുക്കറിയാം, തുടർന്നാണ് തബ്ബത് യദാ അബീ ലഹബിൻ തുടങ്ങിയ അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ആയത്തുകളൊക്കെ ഇറങ്ങിയത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തെ ഓരോ ആളുകളെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യുന്നത് ശരിയല്ല, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന യാഥാർത്ഥ്യം. സഹോദരങ്ങളെ, അവിടെ നിന്ന് ഒരാളിൽ തുടങ്ങി അബൂബക്കറും ഉമറും ഉസ്മാനും തുടങ്ങി ഖദീജ ബീവിയും അലി റളിയല്ലാഹു അൻഹു തുടങ്ങി ഓരോ ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള സുന്ദരമായ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പകർന്നു നൽകിയ ഒരു ദഅവത്ത്, അത് ആ കാലം കഴിഞ്ഞു, ഇസ്ലാമിന്റെ വിജയമുണ്ടായി. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുമ്പിൽ ഈ ലോകത്തോട് വിട പറയുമ്പോ വിട്ടുവെച്ചു പോയ ഒരു കാര്യമുണ്ട്. അലാ ഫൽയുബല്ലിഅ അശ്ശാഹിദൽ ഗായിബ് അലാ ഹൽ ബല്ലഗ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് ഹജ്ജത്തുൽ വദായിൽ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ? സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കപ്പെടാതെ വിട്ടുപോയിട്ടില്ല. നരകത്തിൽ നിന്ന് നിങ്ങളെ തടയുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും താക്കീത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ എത്തിച്ചു തന്നിട്ടില്ലേ? സ്വഹാബത്ത് പറഞ്ഞു, ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീയാണ് സാക്ഷി എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ സാക്ഷി നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. സഹോദരങ്ങളെ, ഫൽയുബല്ലിഅ അശ്ശാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജറുള്ള ആളുകൾ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് കേട്ട സ്വഹാബത്ത് മക്കയിൽ സഹോദരങ്ങളെ, ഒരു നമസ്കാരത്തിന് 1,00,000 കൂലിയാണ് ഹറമില്. മദീനത്ത് മസ്ജിദുൻ നബവിയിൽ ഒരു നമസ്കാരത്തിന്
നമസ്കാരത്തിന് 1000 ഇരട്ടി കൂലിയാണ് മറ്റു പള്ളികളിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ. ഇതെല്ലാം മനസ്സിലാക്കിയ ആ സ്വഹാബത്ത് തന്നെ തങ്ങളുടെ ദൗത്യവുമായി കൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അവർ യാത്ര തിരിക്കുകയാണ്. തങ്ങൾ മനസ്സിലാക്കിയ സത്യം അത് ജനങ്ങളോട് വിളിച്ചു പറയണം, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ ബൈക്കിൽ പോവാണ്, അയാൾ സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, നമ്മൾ വിളിച്ചു പറയും, നിങ്ങളുടെ ബൈക്കിന്റെ സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, ഒരു അപകടം. അതെ, കണ്ണ് കാണാത്ത ഒരു വ്യക്തി റോഡ് മുറിച്ചു കിടക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ അയാളെ കൈപിടിച്ച് സഹായിക്കാറുണ്ട് അല്ലേ നമ്മൾ? ഏതൊരു അപകടവും ദുനിയാവിൽ വരുന്ന ചെറിയ അപകടങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കണ്ട് ജനങ്ങളെ താക്കീത് ചെയ്യുന്നുവെങ്കിൽ ഈ ജനങ്ങൾ, ഈ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അധാർമികതയും തിന്മകളും അവർ കൂപ്പുകുത്തിയിട്ടുള്ള ശിർക്കിന്റെയും കുഫറിന്റെയും ബിദ്അത്തിന്റെയും പടുകുഴിയിൽ നിന്നവരെ നന്മയുടെ തൗഹീദിന്റെ ധർമ്മത്തിന്റെ സത്യത്തിന്റെ സുന്നത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരേണ്ട ഡ്യൂട്ടി ഈ ഖുതുബ ശ്രവിക്കുന്ന തൗഹീദ് മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ മഹത്വവും ദീനുൽ ഇസ്ലാമിന്റെ മഹാസിനുകളും അറിയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു വിഭാഗം ആളുകൾ ഉണ്ടാകട്ടെ, തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, ജനങ്ങളോട് സത്യം കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങളിൽ ഉണ്ടാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ, കുൻതും ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളെ സഹോദരങ്ങളെ, ആ സ്വഹാബത്തിനെ സാക്ഷി നിർത്തി വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സത്യം മനസ്സിലാക്കിയ നമ്മുടെ ഓരോരുത്തരോടുമാണ് ഈ ആയത്ത്. നിങ്ങളൊരു ഉത്തമ സമുദായമാണ്. മറ്റുള്ള ജനങ്ങളിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത് നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാം, നിങ്ങൾക്ക് തൗഹീദ് അറിയാം, നിങ്ങൾക്ക് സുന്നത്ത് അറിയാം. ഇത് കിട്ടിയിട്ടില്ലാത്ത, ഇതെത്തിയിട്ടില്ലാത്ത എത്രയോ ആളുകൾ നമുക്കിടയിൽ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരോട് ഇത് പറഞ്ഞു കൊടുക്കുക. ആളുകൾ എന്ത് വിചാരിച്ചാലും ശരി, നസീഹത്തോടെ ജനങ്ങൾക്ക് ഇത് ദഅവത്ത് നടത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. മൻ ദഅ ഇലാ ഖൈറിൻ, ആരെങ്കിലും ഒരു നന്മയിലേക്ക് ഒരാളെ ക്ഷണിച്ചാൽ കാന ലഹു മിനൽ അജ്രി മൻ തബിഅഹു മിസ്ലു ഉജൂരിഹി, അവന് ലഭിക്കുന്ന അത്ര തന്നെ പ്രതിഫലം ഇത് പറഞ്ഞു കൊടുത്ത ആൾക്കുണ്ടാവും. ലാ യൻഖുസു മിൻ ഉജൂരിഹിം ശൈഅ, ഇത് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും പ്രതിഫലം കുറയില്ല. ഇത് വിളിച്ചതിന്റെ പേരിൽ, ക്ഷണിച്ചതിന്റെ പേരിൽ അതിനുള്ള പ്രതിഫലം. മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫായിലിഹി, ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ സഹോദരങ്ങളെ അത് ചെയ്യുന്ന ആളുടെ അത്ര തന്നെ കൂലി നമുക്ക് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പതാക കൊടുത്തിട്ട് പറയുന്നുണ്ട്, വല്ലാഹി ല അയ്യഹദി അല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിൻ ഹുമിരിൻ നഅം. അലി, നിങ്ങൾ കാരണത്താൽ ഒരാൾ ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് കടന്നു വന്നാൽ ഹിദായത്ത് ലഭിക്കാൻ നിങ്ങളുടെ വാക്കുകൊണ്ട്, നിങ്ങളുടെ ദഅവത്ത് കൊണ്ട് കാരണമായാൽ ഒരു ചുവന്നൊട്ടകത്തേക്കാൾ ഈ ദുനിയാവും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാളും ഖൈറായ കാര്യമാണത്. സഹോദരങ്ങൾ നോക്കൂ, നമ്മൾ ആരോട് എന്തു പറഞ്ഞു? നമ്മൾ മനസ്സിലാക്കിയ സത്യം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ മനസ്സിലാക്കിയ ഒരു ഹക്ക്, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറു ബിയദിഹി, ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് തടയണം. ഫഇല്ലം യസ്തതി' ഫബിലിസാനി, അതിന് സാധ്യമല്ല എങ്കിൽ നാവ് കൊണ്ട് തടയണം. ഫഇല്ലം യസ്തതി' ഫബിഖൽബിഹി, നാവ് കൊണ്ട് സാധ്യമല്ല എങ്കിൽ ഖൽബ് കൊണ്ട് വെറുക്കണം. വദാലിക അദഅഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ചെറിയ കണികയാണ്. ഒരു തിന്മ കണ്ടിട്ട് അത് തടയാൻ, അത് ശരിയല്ലെന്ന് പറയാൻ നമ്മുടെ നാവിനോ നമ്മുടെ കയ്യിനോ അതിനാവതില്ല എങ്കിൽ സഹോദരങ്ങളെ, ഈമാനിന്റെ കണികയില്ല എന്നാണ് അതിനർത്ഥം. നമുക്ക് സാധ്യമാകുന്ന ഇടങ്ങളുണ്ടാവും. കുടുംബത്തില്, സമൂഹത്തിലെ, അയൽവാസികളെ എല്ലാവരോടും നസീഹത്തോടുകൂടി. ആളുകൾ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നില്ല, ആളുകൾ നമ്മളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കില്ല. കാരണം ഈ ഇസ്ലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദിന്റെ ദഅവത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെയില്ല. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖാല റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. റബ്ബേ, രാപ്പകലില്ലാതെ ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരുന്നു, അവരെന്നിൽ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്. كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأصروا واستكبروا استكبارا. ഞാൻ അവരെ വിളിക്കുമ്പോഴെല്ലാം അവരെന്താ ചെയ്തത്? അവരുടെ വിരലുകൾ കാതിൽ തിരികൊണ്ടത് കേൾക്കാൻ തയ്യാറായില്ല. തൗഹീദ് കേൾക്കാൻ, സുന്നത്ത് കേൾക്കാൻ, നന്മ കേൾക്കാൻ സഹോദരങ്ങളെ ആളുകൾക്ക് താല്പര്യമുണ്ടാവില്ല. പക്ഷേ നമ്മൾ അവരുടെ നന്മയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദരൻ ഒരാളും നരകത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഏതൊരു തിന്മയായിരുന്നാലും ശിർക്ക് കൊണ്ട്
ഉറുക്ക് കെട്ടിയ, ഏലസ് കെട്ടിയ, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, റബ്ബ് അല്ലാത്തവരോട് സഹായം തേടുന്ന ഏതെങ്കിലും ആളുകളുണ്ട്, അറിവില്ലായ്മ കാരണം ദർഗകളിൽ പോകുന്ന, ജാറങ്ങളിൽ പോകുന്ന ആളുകളുണ്ടോ, അവരോട് നസീഹത്തോടുകൂടി സഹോദര, റബ്ബെല്ലാ നിഅമത്തും ചെയ്തു തന്നിട്ട് ആ റബ്ബിന് നന്ദി കാണിക്കേണ്ടതിന് പകരം നാം ഈ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നൊരു വാക്ക് പറഞ്ഞ് അയാളുടെ മനസ്സെങ്ങാനും മാറാൻ കാരണമായ സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഖൈറായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുക ആ ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് അത്രയും മഹത്വമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതായ, സ്വഹാബത്ത് നിർവഹിച്ചതായ ആ ഒരു കാര്യം ഏറ്റവും നല്ല വാക്ക്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? റബ്ബിലേക്ക് ക്ഷണിച്ചവനേക്കാൾ ഏറ്റവും നല്ല വാക്ക്, അതാണ് ഏറ്റവും വലിയ ദഅവത്ത്. റബ്ബിലേക്ക് ക്ഷണിക്കുക. വേറെന്തെങ്കിലും ഫുട്ബോളിനല്ല, ക്രിക്കറ്റിനല്ല, വേറെന്തെങ്കിലും കളിയോ തമാശയോ ടൈം പാസിനല്ല ക്ഷണിക്കുന്നത്. റബ്ബിന്റെ ദീനിലേക്ക് നമസ്കരിക്കാൻ വരൂ, ഖുർആൻ പഠിക്കാൻ വരൂ, ദീന് മനസ്സിലാക്കാൻ വരൂ. എന്തെങ്കിലും ഒരു നന്മയിലേക്ക് സഹോദരങ്ങളെ നമുക്ക് വിളിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അത് നമുക്ക് ബാഖിയാത്തു സ്വാലിഹാത്തായി നമ്മുടെ കൂടെ ഉണ്ടാകും. അതെ, ഇവിടെ ഈ ഒരു മസ്ജിദ് ഇത്രയും ആളുകൾ വന്ന് ഖുത്ബ കേൾക്കാൻ അതിന് കാരണക്കാരായ ഒരാളുണ്ടാകും. ഇതിവിടെ ഉണ്ടാക്കണം ഒരു നന്മക്ക് തുടക്കം കുറിച്ചാൽ മൻ സന്ന സുന്നത്തൻ ഫിൽ ഇസ്ലാമി കാന ലഹു. അതെ, ഒരാൾ ഒരു നന്മ അതിന് തുടക്കം കുറിച്ചാല് അതിന്റെ പ്രതിഫലം ആരൊക്കെ അത് ചെയ്യുന്നോ അത്രയും അയാളുടെ ഖബറിലേക്ക് മരിച്ചുപോയാലും വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു അസർ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ഒരു സംസാരം കൊണ്ട്, ഒരു വാക്ക് കൊണ്ട്, ഒരു ബുക്ക് കൊടുത്തിട്ട്, അതല്ലെങ്കിൽ ഖുർആനിന്റെ ഒരു പരിഭാഷ കൊടുത്തിട്ട്, എന്തെങ്കിലും ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തിട്ട് ഒരാൾ ഒരു തിന്മ അവസാനിപ്പിച്ച് നന്മയിലേക്ക് വരാൻ കാരണക്കാരായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നന്മക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എങ്കിൽ സഹോദരങ്ങളെ അത് നമുക്ക് സമാധാനിക്കാം. എന്താണ് ഞാൻ ചെയ്ത ബാക്കിയാകുന്ന നിലനിൽക്കുന്ന ഒരു നന്മ റബ്ബിന്റെ അടുക്കൽ എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് പറയാനെന്ന എന്താ ഉള്ളത്? നമ്മളെ കൊണ്ട് കുറെ ആളുകള് വലാലത്തിലായി എന്നതല്ലാതെ അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെ? പല ക്ലബ്ബുകളിലേക്കും പല പാർട്ടികളിലേക്കും വിളിച്ച് അവരവരുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയല്ല. പിന്നെയോ നമ്മൾ നന്മയുടെ മുന്നിൽ നിൽക്കുന്നവരാണ്. ഖുൽ ഹാദിഹി സബീലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയെ നിങ്ങൾ പറയുക, ഇതാണ് എന്റെ മാർഗം, ഇസ്ലാമിന്റെ ദീനിന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, ഞാനതാ ദീർഘവീക്ഷണത്തോടെ ഇൽമോടുകൂടി ഞാൻ ഈ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു. അന വമനിച്ചബഅനി, ഞാൻ മാത്രമല്ല എന്നെ പിന്തുടരുന്നവരുടെയും ഡ്യൂട്ടിയാണിത്. സ്വഹാബത്ത് നിർവഹിച്ചു. ഓരോ ആളുകൾ ദാറുൽ അർഖമിൽ നിന്ന് രഹസ്യമായി പ്രബോധനം ആരംഭിച്ച് മക്കയിലെ തെരുവീതികളിലൂടെ സഹോദരങ്ങളെ ആ സ്വഹാബത്തെ അവർ മനസ്സിലാക്കിയ സത്യം വിളിച്ചു പറഞ്ഞു. ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, അതുപോലെ തന്നെ അങ്ങനെ ഓരോ സ്വഹാബികളും കടന്നു വന്ന ചരിത്രത്തിന് പിന്നിൽ അത് ആ പ്രതിഫലമൊക്കെ അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കാരണത്താൽ ഒരു നന്മ, എന്തെങ്കിലും ഒരു നന്മ തുടക്കം കുറിക്കാനും അത് നിലനിർത്താനും സഹോദരങ്ങൾ നമുക്ക് സാധിക്കണം. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് എമ്പാടും കാണാൻ സാധിക്കും. ഉദാഹരണം, മഹാനായ അബൂദുറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്. ഗിഫാർ ഗോത്രക്കാരനാണ്. മക്കയിലെ ഖുറൈശികളൊക്കെ കച്ചവടത്തിന് പോകുന്ന ഒരു ഗോത്രമാണ്, ഒരു ട്രൈബാണ് ഗിഫാർ ഗോത്രം. അവർ വളരെ കള്ളന്മാരായ, അവിടെ പോകുന്ന ആ വഴിയിലൂടെ പോകുന്ന ആളുകളൊക്കെ കൊള്ളയടിക്കുന്ന ആൾക്കാരാണ്. അദ്ദേഹം അബൂദർ എന്നുള്ള ഒരു വ്യക്തി അദ്ദേഹം കേൾക്കുകയാണ്, മക്കയില് മുഹമ്മദ് എന്നൊരാൾ വന്നിട്ടുണ്ട്, അയാൾ ചില പുത്തൻ വാദങ്ങളൊക്കെ പറയുന്നുണ്ട്. അതറിയാൻ വേണ്ടി തന്റെ ബ്രദർ അനസിനെ പറഞ്ഞയച്ചു. ശരിയാണ്, അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, മനസ്സിലൊരു നന്മയുടെ കണികയുടെ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം മക്കയിലേക്ക് പുറപ്പെട്ടു. ഒരു മാസക്കാലം സംസം വെള്ളം കുടിച്ച് കഅബയുടെ പരിസരത്ത് വീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വന്നൊരിക്കൽ സലാം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യമായി ഇസ്ലാമിന്റെ അഭിവാദ്യ വചനം പറഞ്ഞ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എവിടെയായിരുന്നു, എവിടെ നിന്ന് വരുന്നു? അബൂദറാണ്. അപ്പൊ നിങ്ങൾ എന്തായിരുന്നു ഭക്ഷണം? ഞാൻ സംസമായി കുടിച്ചിരുന്നു. വിശപ്പിനുള്ള ഭക്ഷണമാണ് സംസം വെള്ളം, അത് രോഗത്തിനുള്ള ശമനമാണ്. ഒരു മാസക്കാലം മക്കയിൽ ആരും അറിയാതെ കഴിച്ചു കൂട്ടിയിട്ട് ഇസ്ലാമിന്റെ നന്മ മനസ്സിലാക്കി അവിടെ വന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്, ഞാൻ ഇത്രയും കാലം ചെയ്തു വന്ന ശിർക്കിന്റെ കുഫറിന്റെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഇതാണ് രക്ഷയുടെ മാർഗമെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം സഹോദരങ്ങളെ അവിടെ പ്രഖ്യാപിക്കുകയാണ്. മക്കയിലെ കഅബത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആളുകൾ വന്നു. അദ്ദേഹത്തെ അടിച്ചവശനാക്കി അദ്ദേഹം ബോധരഹിതരായി വീണു. നോക്കൂ സഹോദരങ്ങളെ, സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ. അതാണ് നമ്മൾ എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ?
എന്തെങ്കിലും ഒരു കുത്തുവാക്ക് കുടുംബത്തിൽ നിന്ന് ഇല്ല, നമ്മൾ പറയില്ല. എല്ലാ തിന്മക്കും നമ്മൾ എന്താ അഡ്ജസ്റ്റ്മെന്റ് കൂടിക്കൊടുക്കലാണ്. കുടുംബത്തില് എന്തെങ്കിലും തോന്നിവാസങ്ങൾ നടക്കുകയാണെങ്കിൽ അതിന് പോയി കൂടിക്കൊടുക്കും. അല്ല, ഇത് ശരിയല്ല, ഹറാമാണ്. കല്യാണത്തിന്റെ സദസ്സാവട്ടെ, വേറെന്താ മജ്‌ലിസ് ആവട്ടെ, ഇവിടെ മ്യൂസിക് ഉണ്ട്, ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള ഈ കാര്യങ്ങളൊന്നും ശരിയല്ലെന്ന് പറയുമ്പോ നിങ്ങൾ വലിയ മുത്തഖി എന്ന് പറഞ്ഞ് നമ്മൾ പുറത്താക്കും. ആളുകളൊന്നും അതിനൊന്നും എന്തില്ല, അതിനൊന്നും ആളുകൾ നിൽക്കുകയില്ല. എന്നാൽ ദീനിന്റെ വക്താക്കളായിക്കൊണ്ട് ഇത് ശരിയല്ല, നസീഹത്തോടുകൂടി ഒരു നന്മ കൽപ്പിക്കുമ്പോ തിന്മ വിരോധിക്കുമ്പോ ഒറ്റപ്പെടും. അങ്ങനെ ഒറ്റപ്പെട്ടവരാണ് പ്രവാചകന്മാർ. സ്വഹാബത്തിന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ അടിച്ച് അദ്ദേഹത്തെ അവശനാക്കി ബോധരഹിതനായി വീണു. വീണ്ടും ബോധം വന്നപ്പോൾ വീണ്ടും വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യം. നോക്കൂ സഹോദരൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബൂദർ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുക, നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുക, ഇവിടെ നിൽക്കേണ്ടതില്ല. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയ ആ ഒരു ഹക്കുമായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദുമായി നാട്ടിലേക്ക് മടങ്ങി അദ്ദേഹം തന്റെ സഹോദരനോട് പറഞ്ഞു, അവർ ഇസ്ലാം സ്വീകരിച്ചു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു. ആ ഗിഫാർ ഗോത്രത്തിലെ ഓരോ വീടുകളും കയറിയിറങ്ങി ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീടതാ ഒരു സൈന്യം വരുന്നുണ്ട്. മദീനയിൽ ഇരിക്കുന്ന സമയത്ത് വലിയൊരു സംഘം വരുമ്പോ ഇത് ശത്രുക്കളാണോ എന്ന് പേടിച്ചുപോയി. അതാ അബൂദർ ഗിഫാരിയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം തന്നെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആ ഗോത്രം മുഴുവനും, ആ ഗിഫാർ ഗോത്രവും അടുത്തുള്ള ഗോത്രവും എല്ലാം ഇസ്ലാം സ്വീകരിച്ച് കടന്നു വന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒരാളുടെ ശ്രമഫലം അതാണ്. നമ്മളൊക്കെ എന്താ ഒരു മനുഷ്യനെങ്കിലും നന്നാവാൻ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. കോളേജിൽ പഠിക്കുന്നവര്, ജോലി ചെയ്യുന്നവര്, കൂടെ ജോലി ചെയ്യുന്നവര് ഒക്കെ ഉണ്ടാകും. റൂംമേറ്റ്സ് ആയ ആൾക്കാർ നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊന്ന് അതെ പള്ളിയിലേക്ക് പോകാൻ നമുക്കെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് അയാൾ നമസ്കരിക്കാൻ തുടങ്ങി. അയാൾ നിസ്കരിക്കുന്ന കാലം അത്രയും സഹോദരങ്ങളെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അയാൾ നിസ്കരിച്ചതിന്റെ കൂലി അയാൾക്കും കിട്ടും, അതേപോലെ നമുക്കും കിട്ടും. അതാണ് ഈ ദഅവത്തിന്റെ ലതഅമുറുന്ന ബിൽ മഅറൂഫ് വലതൻഹവുന്ന അനിൽ മുൻകർ. നിങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഔല യൂഷിക്കന്നല്ലാഹു യബഅസ അലൈക്കും ഇഖാബ. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് പിന്നെ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. എന്തേ കാരണം? നിങ്ങൾ യാതൊരു നന്മയും കൽപ്പിക്കുന്നില്ല, ഒരു തിന്മയും വിരോധിക്കുന്നില്ല. സ്വന്തം റൂമിൽ കള്ളു കുടിച്ച് അതുപോലെ തന്നെ ഡ്രഗ്സ് അടിച്ച് കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടും അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഒരു നന്മ ഉപദേശിച്ചു കൊടുക്കാനുള്ള മനസ്സില്ലാതെ ഞാൻ ചെയ്യുന്നില്ല, അവരവരുടെ ബൈക്ക് പോയിക്കോട്ടെ എന്നുള്ള നിലക്ക്. അങ്ങനെയല്ല സഹോദരങ്ങളെ, അതാണല്ലോ ഉൻസുർ വാലിമൻ ഔ മദ്ലൂമൻ. നമ്മുടെ ബാധ്യത അതാണ്. ഈ ഹറാമിൽപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ എന്തിന് അഡിക്റ്റ് ആയിട്ടുണ്ടോ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു വാക്ക് മതിയാവും, ഒരു നസീഹത്ത് മതിയാവും. ഇനി നമുക്കാവില്ലെങ്കിൽ അതിനുള്ള ആളുകളുടെ അടുക്കലേക്ക് കൊണ്ടുപോകാനൊക്കെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്, വലിയ നന്മയാണ്. നരകത്തിലേക്ക് പോകുന്ന ആളുകളെ ആ മാർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് തിരിച്ചുവിടുക എന്ന ദഅവത്ത് സഹോദരങ്ങളെ പ്രവാചകന്മാർ നിർവഹിച്ച ആ ഡ്യൂട്ടി അത് അവസാനിപ്പിച്ചിട്ടില്ല, അത് ഇനിയും ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. മഹാനായ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വദ്ദഅവതു ഇലല്ലാഹ് ഹിയ വളീഫത്തുർ റസൂലി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുലേക്ക് ക്ഷണിക്കുക, പ്രബോധനം നടത്തുക എന്നത് പ്രവാചകന്മാരുടെ ഡ്യൂട്ടിയാണ്. അവരുടെ മാർഗം നന്മയിൽ പിന്തുടരുന്നവരുടെയും ആ ഒരു ഡ്യൂട്ടിയാണ് റബ്ബിന്റെ ദീനിലേക്ക് ക്ഷണിക്കുക. ഒരു മനുഷ്യൻ തന്റെ റബ്ബിനെയും തന്റെ ദീനിനെയും തന്റെ പ്രവാചകനെയും മനസ്സിലാക്കിയാൽ അവരെന്ത് ചെയ്യണം? തന്റെ സഹോദരങ്ങളെ തന്റെ ദഅവത്ത് കൊണ്ട് അവരെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഇത് മനസ്സിലാക്കിയവരുടെ ഡ്യൂട്ടിയാണ്. ഏത് നന്മ ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങളത് പറയണം, ജനങ്ങളോടത് എത്തിച്ചു കൊടുക്കണം. സഹോദരങ്ങളെ, ഈ ഒരു ബാധ്യത നമ്മൾ മറക്കാതിരിക്കുക. നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ ഏത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയൊക്കെ ഇന്ന് വളരെ സുലഭമാണ് ഇത് എത്തിച്ചു കൊടുക്കാനുള്ള മാർഗങ്ങൾ. ഒരു നന്മ ഫോർവേഡ് ചെയ്തു കൊടുക്കാൻ, ഒരു നല്ല തൗഹീദിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ എത്ര മാർഗങ്ങളുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു ബുക്കോ ഒരു പരിഭാഷയോ അതല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പോ അത് കാരണത്താൽ എത്രയോ ആളുകൾക്ക് ഹിദായത്ത് കിട്ടാൻ കാരണമാകും. ആത്മഹത്യക്ക് വേണ്ടി പോയ എത്രയോ ആൾക്കാർ ദഅവത്തിന്റെ ഒരു ഷീട്ട് കണ്ടുകൊണ്ട് ദീനിലേക്ക് കടന്നു വന്ന, ജീവിതത്തിലേക്ക് കടന്നു വന്ന ചരിത്രങ്ങളൊക്കെ ഇസ്ലാമിക പ്രബോധനത്തിൽ നമ്മുടെ കേരളക്കരയിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. സഹോദരങ്ങൾ, ഇതിനൊരു മാധുര്യമുണ്ട്. എത്ര തന്നെ ആളുകൾക്ക് ഇഷ്ടമില്ലാതിരുന്നാലും, ആളുകൾ ആക്ഷേപിച്ചാലും കുറ്റപ്പെടുത്തിയാലും നമ്മൾ റബ്ബിന്റെ തൃപ്തി നേടിക്കൊണ്ട് റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹോദരങ്ങൾ ഈ ഒരു കർമ്മം, ഈ ഒരു ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം.
കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായി മനുഷ്യർ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. വളരെ സുന്ദരമായ ചെറിയ വചനങ്ങൾ ആർക്കും സുപരിചിതമാണ്. കാലം തന്നെയാണ് സത്യം, മനുഷ്യർ നഷ്ടത്തിലാണ്. എല്ലാവരും അവരുടെ ജീവിതമേ ലോസാണ്. ആരൊഴികെ? ഇല്ലല്ലദീന ആമനു, ഈമാനുള്ളവരൊഴികെ. അറിവ് നേടുക, ദീന് പഠിക്കുക, വഅമിലു സ്വാലിഹാത്ത്, ആ നേടിയ ഇൽമ കൊണ്ട് അമൽ ചെയ്യുക, ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിൽ പകർത്തുക. വതവാസൗ ബിൽ ഹഖ്, ആ ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. അതാണ് അദ്ദഅവതു ഇലൈഹി. വതവാസൗ ബിസ്സബ്ർ, അതിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, അതിൽ ക്ഷമിക്കുക. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ ഡ്യൂട്ടി. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ലൗ മാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറ ലകഫതുഹും. അല്ലാഹു ഈ ഉമ്മത്തിന് ഈ സൂറത്തല്ലാതെ വേറൊന്നും ഇറക്കിയിട്ടില്ല തെളിവായി, എവിഡൻസ് ആയിട്ട്. ഇത് മാത്രമേ ഉള്ളെങ്കിൽ ഇത് മതി. നമുക്ക് എന്താ ഇവിടെ ചെയ്യാനുള്ള ഡ്യൂട്ടി? സഹോദരങ്ങളെ, അത് വളരെ കൃത്യമായി ഈ സൂറത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ദീന് പഠിക്കൂ, ഈമാൻ നേടൂ, ഇൽമ നേടൂ, അത് നിങ്ങൾ അമലാക്കൂ, അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കൂ, അതിന്റെ പേരിൽ സബറാക്കും. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു റിസാല വളരെ പ്രസിദ്ധമാണ്, നമ്മളൊക്കെ പഠിക്കേണ്ട അറിയേണ്ട ഒന്നാണ്. അൽ ഉസൂലു സലാസ, 3 അടിസ്ഥാന കാര്യം. അതിൽ അദ്ദേഹം പറയുന്നത്, ഇഅ്ലം റഹിമക്കല്ലാഹ്, നീ അറിയണം അല്ലാഹു നിനക്ക് കരുണ ചെയ്യട്ടെ. യജിബു അലൈനാ അൻ തഅല്ലുമ 4 മസായിൽ, 4 മസ്അലകൾ നിങ്ങൾ അടിസ്ഥാനപരമായി അറിയേണ്ടതുണ്ട്. അത് ഒന്നെന്താണ്? അൽ ഇൽമു, ഒന്ന് അറിവാണ്. രണ്ടാമത്തേത് അൽ അമലു ബിഹി, അതുകൊണ്ട് അമൽ ചെയ്യലാണ്. മൂന്നാമത്തേത് അദ്ദഅവതു ഇലൈഹി, നമ്മൾ അറിഞ്ഞ കാര്യത്തിലേക്ക്, നമ്മൾ മനസ്സിലാക്കിയ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അല്ലേ? ഒരാൾ നമസ്കരിക്കുമ്പോൾ അയാളുടെ തെറ്റ് കണ്ടാൽ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. അല്ലേ? അപ്പൊ പറഞ്ഞു കൊടുക്കും. ഒരാള് ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു അപകട സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തി കൊടുക്കും. തിന്മകൾ അങ്ങനെയാണ് നമ്മൾ ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഏറ്റവും വലിയ തിന്മയേതാ സഹോദരങ്ങളെ? അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത പാപം അത് ശിർക്കാണ്. അള്ളാഹ് എന്ന് വിളിക്കേണ്ടത് അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തികളെയോ വ്യക്തികളെയാണ് വിളിക്കുന്നതെങ്കിൽ അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് അള്ളാഹ് അല്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു ഏറ്റവും വലിയ മേജർ സിന്നായ ശിർക്ക് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ അവരെ ദഅവത്ത് നടത്തേണ്ടത് തൗഹീദിലേക്കാണ്. ഇത് ശരിയല്ല എന്ന് പറയും. ഉറുക്കും മേലസും മന്ത്രങ്ങളുമായി നടക്കുന്ന ഒരുപാട് സമൂഹത്തിൽ ആളുകളുണ്ട്, വിദ്യാസമ്പന്നരായ ആൾക്കാരുണ്ട്. അവരെ തൗഹീദ് ബോധ്യപ്പെടുത്തി കൊടുക്കുക, സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് അവരെ നന്മയിലേക്ക് വിളിച്ചു കൊണ്ടുവരിക. സഹോദരങ്ങളെ, നമുക്കതിന്റെ മാർഗങ്ങൾ ഇവിടെ തുറന്നിട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ ബാംഗ്ലൂരിന്റെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നത്, ശനിയാഴ്ചകളിൽ ഇവിടെ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ കുടുംബത്തിന് മക്കൾക്ക് പഠിക്കാൻ മദ്രസയുണ്ട്, ജുമാ കേൾക്കാൻ സൗകര്യമുണ്ട്, അതുപോലെ തന്നെ ക്ലാസുകൾ നടക്കുന്നുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതിലേക്ക് ജനങ്ങളെ, നമ്മൾ കാരണത്താൽ ഒരു നന്മയിലേക്ക് ആളുകൾ വന്നാൽ നമ്മളൊക്കെ മരിച്ചു പോകും സഹോദരങ്ങളെ. പിന്നെയും ആ നന്മകൾ നിലനിൽക്കുകയും നമ്മുടെ ഖബറിലേക്ക് ഒരു വെളിച്ചമായിക്കൊണ്ട് ആ ഒരു നന്മ ഉണ്ടാവുകയും ചെയ്യും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ കാന ലഹു മിനൽ അജ്ർ, അയാൾക്ക് പ്രതിഫലമുണ്ട്, മിസ്ലു ഉജൂരി മൻ തബിഅഹു, അത് ഫോളോ ചെയ്യുന്ന ആളുടെ അത്ര തന്നെ പ്രതിഫലം, ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ, അത് ചെയ്യുന്നവന്റെ പ്രതിഫലം കുറയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോമിസ് എടുത്ത, വാഗ്ദാനം എടുത്ത പ്രവാചകന്മാരിൽ നിന്ന് വാഗ്ദാനം നേടിയ ഒരു കാര്യമാണെന്ത്? ലതുബയ്യിനന്നഹു ലിന്നാസി വലാ തക്തുമൂനഹു, നിങ്ങൾ ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം, മറച്ചു വെക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയ സത്യം അത് ഏത് സന്ദർഭത്തിൽ എവിടെയാണോ, ഒരു ഷോപ്പിൽ പോവാണ്, അവിടെ എന്തെങ്കിലും തിന്മ കാണുമ്പോ അത് പറയാ, ഒരു നന്മ കാണുമ്പോൾ അയാളോട് പറയാ, അല്ലെ, പരിചയപ്പെടുക. മലയാളിയാണ്, ആ സംസാരിക്കുക. അതെ, എന്തൊക്കെയാണ് കാര്യങ്ങൾ? അവിടെ പള്ളിയുണ്ട്, മദ്രസയുണ്ട്, ഖുർആൻ പഠിക്കാനുള്ള അവസരമുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. അങ്ങനെ എത്രയോ ആളുകൾ ഇവിടെ വന്നവരൊക്കെ അധികവും അങ്ങനെയാണ്, അല്ലേ? കേരളത്തിൽ നിന്നിവിടെ വന്ന് ഇവിടെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല, ഒരുപാട് ആളുകളുടെ പരിശ്രമങ്ങൾ, ത്യാഗങ്ങൾ, അതിന്റെ പിന്നിലാണ് നന്മകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ദഅവത്തിന്റെ മാർഗത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗത്തിൽ, പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഈമാനോടെ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله.
സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, മാ ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സന്ദർഭത്തിലും ഞങ്ങളോട് ഖുതുബ നിർവഹിക്കുമ്പോൾ വളരെ ഗൗരവമായി കൊണ്ട് ഈ ഒരു കാര്യം ഉണർത്താതിരുന്നിട്ടില്ല. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹദ ലഹു. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്തില്ലാത്തവന് ഈമാനില്ല. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഓരോ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം അതുള്ളവരാണ്. രാജ്യത്തിന്റെ ഉത്തരവാദിത്വമുണ്ട്. ഭരണാധികാരികൾക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റി, കുടുംബത്തിന്, കുടുംബനാഥന്, ഭാര്യക്ക്, ഭർത്താവിന് ആ കുടുംബത്തിലെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു അധ്യാപകന്, ഒരു കമ്പനിയിൽ മാനേജറായിട്ടുള്ളവൻ, ജോലി ചെയ്യുന്നവൻ, ഏതൊരാൾക്കും അവരുടേതായ അമാനത്ത്, വിശ്വസ്തത താൻ നിർവഹിക്കേണ്ടുന്നതായ ഡ്യൂട്ടി അത് നിർബന്ധമായി ചെയ്യേണ്ടത്. അത് ഹക്കാണ്. നമ്മൾ വാങ്ങുന്ന ശമ്പളത്തിന്, സാലറിക്ക് അത് ഹലാലാവണമെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് സത്യസന്ധമായി നിർവഹിക്കുമ്പോഴേ നമുക്ക് വാങ്ങുന്ന ജോലി, ആ സാലറി അത് ഹലാലാവും. അതുപോലെ തന്നെ ലാ ദീന ലിമൻ ലാ അഹദ ലഹു. ഒരു കാര്യം പ്രോമിസ് ചെയ്താൽ അത് പൂർത്തീകരിക്കാത്തവന് ദീന് തന്നെയില്ല. അത്രത്തോളം ഗൗരവമായി കൊണ്ടാണ് ഇസ്ലാം ഇതിനെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രക്ഷോഭങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തിന്റെ പേരിലാണ്? സഹോദരങ്ങളെ, സമൂഹത്തിൽ അരാജകത്വം വരുന്നത് തങ്ങൾ നിർവഹിക്കേണ്ടുന്ന ഡ്യൂട്ടി അവർ നിർവഹിക്കാത്തതുണ്ട്. ഓരോരുത്തർക്കും അവരുടെ ഡ്യൂട്ടി ഉണ്ട്. പഠിക്കേണ്ടവർ പഠിപ്പിക്കുക, പഠിക്കേണ്ടവർ പഠിക്കുക, ഭരണാധികാരികൾ അവരുടെ ദൗത്യം നിർവഹിക്കുക. വഞ്ചനയും ചതിയുമൊന്നുമില്ലാത്ത നന്മയുടെ ലോകമാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അത് എന്തു വേണം? മനുഷ്യന്മാരിൽ ഈ ഒരു ദീന് നമുക്ക് ചെയ്യാൻ, എല്ലാവരെയും നന്നാക്കാനൊന്നും നമ്മളൊക്കെ ഉണ്ടാവില്ല. മറിച്ച് ഖുതുബ കേൾക്കുന്ന, ദീന് പഠിക്കുന്ന, ദീന് മനസ്സിലാക്കുന്ന വിശ്വാസികളായ ആളുകൾ, നമ്മൾ ഒരാളെയും ചതിക്കാതിരിക്കുക. നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുക. അതാണ് ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്തില്ലേ, റെസ്പോൺസിബിലിറ്റി വിശ്വസ്തയോടുകൂടി ചെയ്യുന്നില്ലേ എങ്കിൽ അയാൾക്ക് ഈമാനില്ല. ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന പല സന്ദർഭങ്ങളും വരാം. നമുക്ക് ഓഫറുകൾ വരും, കൈക്കൂലി തരും, നമ്മളെ പല നിലക്കും പ്രലോഭിപ്പിക്കും. പക്ഷേ വേണ്ട, ഇത് സത്യത്തിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു നില തിന്മക്കും കൂട്ടുനിൽക്കാൻ സാധിക്കാതെ സത്യസന്ധമായി ജോലി ചെയ്യുക. ഏത് ഫീൽഡിലാണെങ്കിലും അതാണ് ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ടോ അത് നമ്മൾ ബ്രേക്ക് ചെയ്യാതെ അത് പൂർത്തീകരിക്കുക. ദീനിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ഒരൊറ്റ ഹദീസ് മാത്രം മതി. ഒരുപാട് ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. അവിടെയൊക്കെ സഹോദരങ്ങളെ, ഒരു മുസ്ലിമാണ് എന്നുള്ള ആ ഒരു പേഴ്സണാലിറ്റി നമ്മൾ പറഞ്ഞല്ലോ, അത് നിലനിർത്തി. കൂടുതലുള്ള ആൾക്കാരൊക്കെ എന്താ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓഫീസിൽ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാരും കൂട്ടത്തില് ചായ കുടിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് റമദാൻ മാസമാണ്. അപ്പൊ ആരും കാണുന്നൊന്നുമില്ല, പരിചയമുള്ള ആരുമില്ല. എന്നാ പിന്നെ ചായ കുടിക്കുക. അതല്ല, പിന്നെയോ എനിക്ക് നോമ്പാണ്, ഞാനൊരു മുസ്ലിമാണ്, റമദാൻ മാസമാണ്, ഓരൊക്കെ കുടിച്ചോട്ടെ, പക്ഷെ എനിക്കത് പറ്റൂല എന്ന് നമ്മുടെ അഭിമാന ബോധം, ഞാനൊരു മുസ്ലിമാണെന്ന ബോധം നമ്മളെ ഏതൊരു സമയത്തും എവിടെയും, അത് ആളുകൾക്കിടയിലാണെങ്കിലും അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ, അത് സഹോദരങ്ങളെ നമ്മുടെ ആ ഒരു വ്യക്തിത്വം നമുക്കുണ്ടോ എങ്കിൽ നമ്മുടെ മനസ്സിൽ നന്മയുടെ കണിക അവശേഷിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ വഴിയിൽ മുന്നേറാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അമാനത്തുകൾ കൃത്യമായി കൊണ്ട് നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീനിന്റെ വക്താക്കളായി, പ്രയോക്താക്കളായി കൊണ്ട് ദീനിന്റെ മാർഗത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് അതിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അതിനോട് സഹകരിക്കാൻ അള്ളാഹു നമ്മുടെ മനസ്സിൽ നന്മ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മഈശത്തിലും എല്ലാം അള്ളാഹു റഹ്മത്തും ബറക്കത്തും നൽകുമാറാവട്ടെ. നാഫിയായ ഇൽമ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വാലിഹായ അമലുകൾ ചെയ്യാൻ അള്ളാഹു മനസ്സിനെ പാകപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا توفنا مسلمين والحقنا بالصالحين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا ميتا الا رحمته ولا مريضا الا شفيته ولا بلاء الا رفعته يا ارحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.